നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 8 വ്യാഴം 2026. വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള പത്മകുമാറിന് തിരിച്ചടി, ജാമ്യമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലാണ് പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. കട്ടളപ്പാളി കേസിൽ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നേരത്തെ തള്ളിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയിൽ അടക്കം ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും കൂട്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നാണ് പത്മകുമാറിൻ്റെ വാദം. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയിൽ അടക്കം പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന് ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിൽ പത്മകുമാറിൻ്റെ പങ്ക് സംബന്ധിച്ച SITയുടെ വാദങ്ങളും തെളിവുകളും കണക്കിലെടുത്താണ് വിജിലൻസ് കോടതി നടപടി. സ്വർണ്ണക്കൊള്ള കേസിൽ അന്നത്തെ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും പങ്കുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതോടെ കേസിൽ പത്മകുമാർ ജയിലിൽ തന്നെ തുടരും. കർണാടകയിലെ ബുൾഡോസർ രാജ് പുനരധിവാസം വൈകുന്നതിനെതിരെ പ്രതിഷേധ മാർച്ചുമായി ഇരകൾ. ബുൾഡോസർ രാജിയിലൂടെ വീടുകൾ തകർത്ത യലേഹങ്കയ്ക്കടുത്തുള്ള ഫക്കീർ കോളനിയിലെയും വാസിംലെ ഔട്ടിലെയും പുനരധിവാസം വൈകുന്നതിനെതിരെ വിവിധ സംഘടനകളും ഇരകളും പ്രതിഷേധ യോഗം നടത്തി. കുടിയൊഴിക്കപ്പെട്ടവർക്ക് ബദൽ താമസ സൗകര്യം ഒരുക്കുകയോ അല്ലെങ്കിൽ പ്രദേശത്ത് താൽക്കാലിക ഷട്ടറുകൾ നിർമ്മിക്കാൻ അനുമതി നൽകുകയോ ചെയ്യണമെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഭക്ഷണവും ആരോഗ്യവും സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചത്. ഗർഭിണികളും കുഞ്ഞുങ്ങളും വൃദ്ധരും അടക്കം 1000-ലധികം മനുഷ്യർ 2 ആഴ്ചയിലായി കൊടും തണുപ്പിലും തെരുവിലാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ ബുൾഡോസർ രാജ് വൻ വിവാദമായോടെ ജനുവരി 1 പുനരധിവസിപ്പിക്കുമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് ഇന്നും വരെ പാലിക്കപ്പെട്ടില്ല. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി വീടുകൾ പൊളിച്ചുമാറ്റിയതിന് 16 ദിവസമായ ഞായറാഴ്ച പുതുതായി രൂപീകരിച്ച കൊകുലിശ്ശേരി നിവാസികളുടെ സമരസമിതി ബാനറിലാണ് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് ആരംഭിച്ച പൊതുയോഗം സംഘടിപ്പിച്ചത്. ദളിത് സംഘടനകൾ, അഖിലേന്ത്യാ ജനതാവാദി മഹിളാ സംഘടനകൾ, ദുടി യുവ ജനറ വേദി, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ, CPI, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ, ഇസ്ലാമിക വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ, സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ പൊതുയോഗത്തിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അതേസമയം കുടിയിറക്കപ്പെട്ട താമസക്കാരെ ബംഗ്ലാദേശികൾ എന്ന് മുദ്രകുത്തുന്ന BJP നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെയും യോഗം അപലപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. കേരളത്തിൽ വീണ്ടും മഴ വരുന്നു. പുതുവർഷത്തിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന് കിഴക്കൻ ഭൂമധ്യരേഖയ്ക്കും സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ഇത് മാറിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിൻ്റെ സ്വാധീന ഫലമായുള്ള വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അടുത്ത 24 മണിക്കൂറുകളിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് 48 മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾക്ക് മതേതര പാർട്ടികൾക്ക് വോട്ട് ചെയ്യുമെന്ന് ജമാഅത്തെ ഇസ്ലാമി. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ താൽപ്പര്യം ഒഴിവാക്കിയും മറ്റ് മുന്നണികളെ പിന്തുണയ്ക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ബോംബ് ഭീഷണി. 3 ബോംബുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സന്ദേശം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബോംബ് ഭീഷണി. പ്രിൻസിപ്പലിന് ഇമെയിലായിട്ടാണ് സന്ദേശം എത്തിയത്. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് ഭീഷണി സന്ദേശം എത്തിയത്. മെഡിക്കൽ കോളേജ് പരിസരത്ത് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. മിൽമ പാൽ വില കൂട്ടാൻ ആലോചന. പാൽ സംഭരണി കൂടി. ചെയർമാൻ KS മണി. മിൽമ പാൽ വില കൂട്ടാൻ ആലോചനയെന്ന് ചെയർമാൻ KS മണി. പാൽ സംഭരണി കൂടിയിട്ടുണ്ട്. കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം തീരുമാനം ഉണ്ടാകുമെന്നും KS മണി പറഞ്ഞു. അടുത്ത ഭരണസമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഏറ്റവും വലിയ പാൽ സംഭരണം മലബാർ മേഖലയിലാണ്. ദിവസവും 73,000 ലിറ്റർ സംഭരണം ഉണ്ട്. ഇതെല്ലാം പരിശോധിക്കുമ്പോഴാണ് പാൽ വില കൂട്ടാൻ ആലോചിക്കുന്നത്. വില കൂട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് മിൽമ ചെയർമാൻ വ്യക്തമാക്കുന്നത്. ക്ഷീര കർഷകർ കൊഴിഞ്ഞു പോകുന്നുണ്ട്, അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ പാൽ വില വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും KS മണി പറഞ്ഞു. അടുത്ത ഭരണസമിതി യോഗത്തിലായിരിക്കും എത്ര രൂപ വർദ്ധിപ്പിക്കണം നടക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ബാങ്ക് കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതി 24 വർഷമായി ഒളിവിൽ കള്ളൻ തലശ്ശേരി പോലീസിൻ്റെ പിടിയിലായി. 24 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കള്ളൻ കൽപ്പറ്റയിൽ പിടിയിലായി. വയനാട് സ്വദേശി സൈനുദ്ദീൻ ആണ് കൽപ്പറ്റയിൽ വെച്ച് തലശ്ശേരി പോലീസിൻ്റെ പിടിയിലായത്. കുപ്രസിദ്ധമായ ചേലാമ്പ്ര ബാങ്ക് കവർച്ച കേസ് ഉൾപ്പെടെ നിരവധി മോഷണ കേസുകൾ പ്രതിയാണ് ഇയാൾ. തലശ്ശേരിയിലെ 24 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനമോഷണ കേസിലാണ് ഇയാളെ പിടികൂടിയത്. 2000-ലാണ് തിരുവങ്ങാട് ഒരു വീട്ടുമുറ്റം നിർത്തിയിട്ടിരുന്ന ബൈക്ക് ഇയാൾ മോഷ്ടിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സൈനുദ്ദീനിലേക്ക് കൽപ്പറ്റ പോലീസിനെ എത്തിച്ചത്. രഹസ്യാന്വേഷണ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ ഇയാൾ ജോലി ചെയ്തിരുന്നിടത്ത് നടത്തിയ നിരീക്ഷണത്തിന് ശേഷമാണ് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.